ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഇലയടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് മാവ് കുഴയ്ക്കാനുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള ഇടുക. എന്നിട്ട് നമുക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയുണ്ട്, ആ പൊടി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കിയെടുക്കണം. ഇത് നന്നായിട്ട് നമ്മൾ ഈ അപ്പത്തിനൊക്കെ പാവ് കാച്ചെന്ന് പറയത്തില്ലേ, അതുപോലെ ഇട്ട് നന്നായിട്ട് ആ മാവ് നല്ലതായിട്ട് കുഴച്ച് ഒന്ന് കുറുകി വരുന്നവരെ നമ്മൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റായിട്ട് വരും അട. അല്ലാതെ നമ്മൾ വെറും വെള്ളത്തിൽ കുഴച്ച് കഴിഞ്ഞാൽ ഇത്രയും സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. അതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ കുഴച്ചെടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തു. ഇനി നമുക്കതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ഞാനിവിടെ വെള്ള അവല എടുത്തത്. നിങ്ങൾക്ക് തേങ്ങ ഉപയോഗിക്കാം. ഇവിടെ ആർക്കും തേങ്ങ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ അവല എടുക്കുന്നത്, വെള്ള അവല. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മധുരത്തിന് പഞ്ചസാര വേണ്ട, ഞാൻ ശർക്കരയാണ് ചേർക്കുന്നത്. ഇതുപോലെ ശർക്കര ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. മധുരം കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടെ കൂടുതലിടാം. ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ. ഇവിടെ കുറച്ച് മധുരം മതിയതുകൊണ്ട് ഞാൻ ഇത്ര ഇടുന്നുള്ളൂ. ഇനി അതിൻ്റെ കൂടെ തന്നെ ഏലക്ക, ചുക്ക്, ജീരകം ഇതെല്ലാം കൂടെ പൊടിച്ച് വെച്ചാണ്, അത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഫില്ലിങ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് തേങ്ങയോ അല്ലെങ്കിൽ ഏത്തപ്പഴം ഉണ്ട്, നമ്മുടെ ഏത്തപ്പഴമാണെങ്കിലും അതും നമുക്ക് ചേർക്കാം. ഇനി ഞാൻ ഇല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഇലയിലേക്ക് വെള്ളം തൊട്ട് നന്നായിട്ട് കൈയൊന്ന് വെള്ളത്തിൽ നനച്ചത് ഇതുപോലൊന്ന് പരത്തിയെടുക്കണം. ഇല ഫുള്ളായിട്ട് പരന്ന് കിട്ടണം. അതുപോലെ നമ്മൾ നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. ഇതുപോലെ പരത്തിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നടുവിലേക്ക് ഒരു സൈഡിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഞാൻ മധുരം കുറച്ചേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇലയുടെ ഒരു സൈഡിൽ നിന്ന് മടക്കുക. ഇതുപോലെ ഇല ചേർത്ത് ഇതുപോലെ മടക്കി വെക്കുക. വേണ്ട, ഇപ്പോൾ ഒരെണ്ണം റെഡിയായിട്ട്. ഇതുപോലെ ഞാനൊരു 2-3 കൂടെ എടുത്ത് റെഡിയാക്കട്ടെ. ഇപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചു. ഇഡലിത്തട്ടിലാണ് ഇത് ആവി കയറ്റി നമ്മൾ എടുക്കുന്നത്. ഇഡലിത്തട്ടിലെ വെള്ളം എല്ലാം തിളച്ചു. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് അടയെടുത്ത് വെക്കുകയാണ്. ഒരു 4 ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വെച്ചു. നമുക്കിനി അടച്ച് വെച്ചതിന് ശേഷം ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ 15-20 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കാം. നന്നായിട്ട് അടയൊക്കെ വെന്ത് ആവി പറക്കുന്ന അട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. ഒരു പ്ലേറ്റിലേക്കിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. സൂപ്പറായിട്ടുള്ളൊരട റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സ്മൂത്താണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടയത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. ടാറ്റാ, ബൈ ബൈ.